സാറ് നാട്ടിൽ പോയിരിക്കുക. അപ്പൊ ആ കുട്ടിയോ? അതിനെയും കൊണ്ടുപോയി വീട്ടിലേക്കോ? ആ ഭയങ്കര. അയാൾ ആള് കൊള്ളാമല്ലോ. ഇപ്പോഴാ തന്റെ മുഖത്തൊരു ചൈതന്യം വന്നത്. അതാ ഭാര്യയും കുട്ടികളും കൂടിയുള്ള കുടുംബജീവിതത്തിന്റെ ഒരു സുഖം. മോളെന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്താ പറയാ? ഇവിടെ വന്നിട്ട് ഒരു ദിവസേ ആയുള്ളൂ. ഇതിനിടയ്ക്ക് എന്റെ കുട്ടിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റിയിട്ടില്ല. ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ വരികയല്ലേ. നമ്മൾ കുട്ടിയെ കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമം. കേട്ടോ മോളെ, ഞാനും അച്ഛനും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ. മോളും അമ്മയും അച്ഛനും കൂടെ ഒരു ദിവസം വീട്ടിലോട്ടൊന്ന് വരണം. വരാമെന്ന് പറഞ്ഞാ പോരാ, വരണം. ഉടനെ ഒന്നും പറ്റിയെന്ന് വരില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോയി പരിചയപ്പെടുത്തണ്ടേ? എന്റെ വീട്ടിൽ തന്നെ ഒരു മാസം നിർത്തണമെന്ന് പറഞ്ഞ അച്ഛൻ പോയത്. അതെ അതെ, അത് ശരിയാ. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ വരണം. വരാ. എന്താടാ? എന്തു പറ്റി? അത്താഴമൊന്നും കഴിച്ചില്ലെന്ന് ചേച്ചി പറഞ്ഞു. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗ്ലാമറൊക്കെ പോയല്ലോ സാറേ. നര കുറേശ്ശെ തെളിയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല. ലൈസൻസ് ഉള്ള തന്തയായില്ലേ? പറഞ്ഞു പറഞ്ഞപ്പോ ഒരു തന്തയായ ഫീലിംഗാ. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ? വല്ല വഴിയുണ്ടോടാ? വഴിയുണ്ട്, പെരുവഴി. സത്യം അറിഞ്ഞാ കൊച്ചമ്മയും ചേച്ചിയും നമ്മളെ രണ്ടുപേരെയും അടിച്ച് പെരുവഴിയിൽ ഇറക്കും. ആ തോമാച്ചനും നായരും കൂടിയുള്ള ചുറ്റിത്തിരിലെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അപ്പൊ നമ്മൾ പുറത്ത്. നമ്മൾ വെറും ഡ്രൈവർ അല്ലേ? അനുഭവിച്ചോ? ഇപ്പൊ നാട് മുഴുവൻ അറിഞ്ഞില്ലേ? വെറും 31 വയസ്സുള്ള അവിവാഹിതനായ യുവാവിന് 15 മോള്. ശവത്തി കുത്താതാ തെണ്ടി. ഇവിടെ ഞാൻ വേദന കൊണ്ട് പറയുമ്പോഴാ അവന്റെ ഒരു കച്ചേരി. എന്താ ഒരു ബഹളം? എന്താ കുട്ടേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അയ്യോ, എന്താ പെട്ടെന്ന് ഇങ്ങനെ തലവേദന? ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട എന്ന് പറഞ്ഞ പറ്റില്ല. ഗോപാലകൃഷ്ണ, ഡോക്ടർ വാര്യരൊന്ന് വിളിക്കേ. അയ്യോ ചേച്ചി, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ തലവേദന ഒരു പതിവാ. മരുന്ന് കഴിച്ചോണ്ടൊന്നും ഇത് മാറൂല. ഞാനിത് എത്ര കണ്ടതാ. പിന്നെന്താ ചെയ്യാ? വിക്സ് പുരട്ടെ? വേണ്ട, സാരമില്ല. ഇത്ര കഴിയുമ്പോ താനെ മാറിക്കോളും. അത്ര പെട്ടെന്ന് അങ്ങനെ വിട്ടുമാറുന്ന തലവേദനയാണോ? നീ ഇറങ്ങിപ്പോടാ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഞാനൊന്ന് തല തടവി തരട്ടെ? എന്റെ സീതയെ ഒന്നുമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ താനെ മാറിക്കോളും. പെട്ടെന്നുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഓ അമ്മേ, വിളി തുടങ്ങി. ഏത് നേരവും ഞാൻ അടുത്ത് തന്നെ വേണോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? ഉറക്കം വരണുണ്ടാവും. ഞാൻ മോളുടെ മുറിയിലേക്ക് ചെല്ലട്ടെ. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ കുട്ടേട്ടന്? അമ്മയ്ക്ക് ഉറക്കത്തിൽ ഒരു ബോധമില്ല. അല്ലെങ്കിൽ അമ്മയുടെ മുറിയിൽ കിടത്തായിരുന്നു. ഒറ്റയ്ക്ക് കിടത്തിയ വല്ല ദുസ്വപ്നം കൊണ്ട് പേടിച്ച അത് മതി വല്ല അസുഖം. അമ്മതാ വരുന്നോ? കുട്ടേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ഈ പാല് കുടിച്ചിട്ട് വേണം കിടക്കാൻ. നല്ല കുറുക്കനാണല്ലോ. ഇപ്പൊ വിളിക്കും പറഞ്ഞ് ഞാൻ ഇവിടെ തപസിരിക്കുക. വിളിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയില്ല. നമുക്ക് ഇവിടെ സംസാരിക്കാം. ഞങ്ങൾ ഇവിടെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. പാർട്ടി ഇവിടെ ഉണ്ടോ? അമ്പടാ വേന്ദ്ര, സ്വന്തം കുടുംബത്ത് കയറ്റി താമസിപ്പിക്കാനുള്ള ധൈര്യം എനിക്ക് പോലും ഇല്ല. താനിത് എങ്ങനെ സാധിക്കുന്നു? അതൊക്കെ ഓരോരുത്തരുടെ മിടുക്ക്. പക്ഷെ എന്നോടൊന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോരാനുള്ള മര്യാദ കാണിക്കണമായിരുന്നു. പറ്റിപ്പോയി, ക്ഷമിക്കണം. ഒരാഴ്ചയും 3 ദിവസമായി. 7,000 രൂപ കൂടി തരേണ്ടി വരും. ബിസിനസ് ഈസ് ബിസിനസ്. തരാം. പിന്നെ എനിക്ക് ഒരാഴ്ച സമയം കൂടെ തരണം. അതെന്ത് പണിയാറോ? ദിവസം എത്രയായി ഞാൻ കാത്തിരിക്കുന്നറിയോ? ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറയുന്ന സമയത്ത് തിരിച്ചുകൊണ്ട് നേപ്പിക്കാം. അയ്യോ, അത് പറ്റില്ല. താനിങ്ങനെ സെൽഫിഷ് ആയാലും എങ്ങനെയാടോ? ഇപ്പൊ അവളെ നിങ്ങളോട് അയക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഒരാഴ്ച കൂടെ എനിക്ക് സമയം തരണം. മിസ്റ്റർ തോമസ് സമ്മതിച്ചാൽ എനിക്ക് വിരോധമില്ല. ആരായാലും എനിക്കൊരാഴ്ചക്ക് 15,000 രൂപ കിട്ടണം, അത്രേ ഉള്ളൂ. അങ്കിൾ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്കണം. ഇതൊരു പ്രേമലൈനാണെന്ന് തോന്നുന്നല്ലോ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോ സ്വന്തമാന്ന് പറയുമോ? അത് ഒരാഴ്ച കഴിഞ്ഞ് വരൂ.
ശരി, താനെന്റെ ശിഷ്യനായി പോയില്ലേ? പോരോ. ആ പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാ ഇന്ന് മുതൽ 7 ദിവസമാ, അത് മറക്കരുത്. ഇല്ല. അല്ല, അപ്പൊ ക്യാഷ് അത് ഞാൻ മാനേജറോട് വിളിച്ചു പറയാം. അയാൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചു തന്നോളൂ. ഓക്കെ ഓക്കെ ബൈ. ആരാത്? അത് എന്റെ 1-2 സുഹൃത്തുക്കളാ. പിന്നെന്താ അവരെ അകത്ത് വിളിച്ചിരുത്താതിരുന്നേ? അവർക്ക് പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഒരു കാപ്പി പോലും കൊടുക്കാതെ. ഓ, അതൊന്നും സാരമില്ലെന്നേ. പിന്നെ ഇന്ദുവിന് കുട്ടേട്ടനോടൊരു പരിഭവമുണ്ട്. ഇവിടെ വന്നിട്ട് അച്ഛൻ അവളോട് മിണ്ടണില്ലെന്ന്. അത് കുട്ടികളോട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം, എന്നാലേ പേടിയുണ്ടാവും. നമ്മുടെ മോളല്ലേ കുട്ടേട്ട. നമ്മൾ അവളോട് അകലം കാണിച്ചാൽ നമുക്കും അവൾക്കും പിന്നെ എന്താ ഒരു സുഖം? അവളോട് അല്പം സ്നേഹം കാണിക്കണം. സ്നേഹം കാണിക്കണമെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്താനൊക്കെ ബുദ്ധിമുട്ടാ. എനിക്കറിയില്ല. ഈ മാല മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെല്ലാം കൂടി ഇട്ടാ കഴുത്തൊടിയും. എല്ലാം കൂടി ഇടണ്ട, ആവശ്യത്തിന് ഇട്ടാ മതി. ഇതെല്ലാം മോക്കുള്ളതാ, അച്ഛമ്മയുടെ സമ്മാനം. ഇത് മുഴുവൻ അച്ഛമ്മയുടെയാ? അയ്യോ, എന്റെ കമ്മലും മാലയും മുക്ക. ഒരു സ്വർണ്ണനൂലുണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ഞാൻ. മേപ്പുള്ളിയിലെ കുഞ്ഞാത്തൂലുടെ പൊന്നരിഞ്ഞാണത്തിന്റെ ഒരു മണി അടർന്നു പോയിട്ട് അത് ഞാൻ കട്ടൂന്ന് പറഞ്ഞ് അവരെന്നെ എത്ര തല്ലിന്നറിയോ? ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലായിരുന്നു. പിന്നെ അത് കൊളപ്പുരേന്ന് കിട്ടിയപ്പോ സാരല്ല കേട്ടോ എന്ന് പറഞ്ഞു വന്നു. ചോര വരുന്നവരെ തല്ലിയിട്ട് സാരല്ല എന്ന് പറഞ്ഞ വേദന മാറും അച്ഛമ്മേ? നല്ല ചീത്ത പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? നല്ല കാര്യായി. രാവിലെയും വൈകിട്ടും നടു ഒടിയണവരെ പണിയെടുത്താലാ 3 നേരം കഞ്ഞി കിട്ടുക. പിന്നെ എല്ലാ കൊല്ലവും പുസ്തകം ഉടുപ്പും വാങ്ങിത്തരും. എന്റെ ഇല്ലത്ത് അതും കൂടി കിട്ടില്ല. അമ്മ എന്തിനാ കരയണേ? സീതേ, കുട്ടനോട് പറ, ഇനിയെങ്കിലും എന്റെ കുട്ടിയെ മംഗലശ്ശേരിയിലെ വിഷ്ണുനാരായണന്റെ അന്തസ്സിന് വളർത്താൻ, അവക്കിഷ്ടം പോലെ ആഭരണങ്ങളും ഉടുപ്പും ഒക്കെ വാങ്ങാൻ. ഇനി എന്റെ മോളുടെ ഒരാശയും നടത്തി കൊടുക്കാതിരിക്കരുത്. എനിക്കൊരാശയുള്ളൂ. അച്ഛനും അമ്മയും അച്ഛമ്മയും എന്നുണ്ടാവണം എനിക്ക്.